പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 1 ശമൂവേൽ 2 അധ്യായം 30 എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. ഹല്ലേലൂയ. കർത്താവിനെ മാനിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മാനിക്കും. ദൈവം മുമ്പാകെ ഭക്തിയോടുകൂടെ നാം നടക്കുമ്പോൾ നിശ്ചയമായി ദൈവം ആ വ്യക്തിയെ മാനിക്കുമെന്നുള്ള വേദപുസ്തകത്തിൻ്റെ പ്രമാണമത്രേ. യഹോവ ഭക്തിക്കും താഴ്മയ്ക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും അത്രേ. ഹല്ലേലൂയ. ധനവും മാനവും ജീവനും തന്ന് ദൈവം തൻ്റെ ഭക്തന്മാരെ മാനിക്കും. നിങ്ങൾക്കറിയാമല്ലോ, വേദപുസ്തകത്തിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായിയെക്കുറിച്ച് പറയുന്നു. മൊർദെഖായി യഹോവ ഭക്തനായ ഒരു ദൈവ പൈതലായിരുന്നു. ദൈവഭക്തന്മാരെ മാനിക്കുമെന്ന് സദൃശ്യവാക്യത്തിൽ നാം വായിക്കുമ്പോൾ 1 ശമൂവേൽ 2:30 നാം വായിക്കുമ്പോൾ മൊർദെഖായിയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഭക്തനായ മൊർദെഖായി ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അഹശ്വേരോശ് രാജാവിൻ്റെ പടിവാതിക്കൽ ഹല്ലേലൂയ വാതിൽ കാവൽക്കാരനായി അവനിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് അവനെ ഉയർത്തി. എസ്തേറിൻ്റെ പുസ്തകം പറഞ്ഞു നിർത്തുമ്പോൾ വേദപുസ്തകം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. നോക്ക്, ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനെ ഉയർത്തി ആ രാജ്യത്തിലെ വലിയവനാക്കി ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും ദൈവത്തെ മാനിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതാ. ഇന്ന് പകൽക്കാലവും മൊർദെഖായിയെ പോലെ നാം യഹോവ ഭക്തിയോടുകൂടെ ഇരിക്കുമെങ്കിൽ, പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെ മാനിക്കും. മൊർദെഖായിയുടെ പ്രത്യേകത അതാ. മൊർദെഖായി ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഒരവസരം വന്നപ്പോൾ സ്വന്തം ജനത്തിനു വേണ്ടി, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ തയ്യാറായി. താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മുമ്പാകെ ഭക്തിയോടുകൂടെ ജീവിച്ചു. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലേ, നീ ഭക്തിയോടുകൂടെ ജീവിക്കുമോ? നീ പ്രാർത്ഥനയുടെ ജീവിതത്തിന് ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുമോ? നിശ്ചയമായി ദൈവം നിന്നെ മാനിക്കും. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് ഉത്തരമരുളുന്ന ദൈവമാണ്. മൊർദെഖായിയെ മാനിച്ച ദൈവം നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിന്നെയും മാനിപ്പാൻ വിശ്വസ്തനത്രേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു ബർത്തിമായിയുടെ അവസ്ഥ ദൈവം മാറ്റിയെങ്കിൽ, മൊർദെഖായിയുടെ നിലവിളി കേട്ടെങ്കിൽ, യബ്ബേസിൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ അതിരുകളെ വിശാലമാക്കിയെങ്കിൽ, ഇന്ന് രാവിലെയും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളായിരിക്കാം, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവിന് ഒരു മാറ്റവുമില്ല. അവൻ നിൻ്റെ അവസ്ഥ മാറ്റുവാൻ വിശ്വസ്തനായ ദൈവമത്രേ. 2, മൊർദെഖായി ഒരു മനുഷ്യൻ്റെ മുമ്പാകെയും വണങ്ങത്തില്ല. അവൻ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവനാ. അവൻ ഹല്ലേലൂയ ഒരു രാജാവിൻ്റെ മുമ്പിലും ഒരു രാജഭൃത്യൻ്റെ മുമ്പിലും വണങ്ങാതെ ജീവനുള്ള ദൈവത്തെ മാനിക്കുന്നവൻ അത്രേ. അതുകൊണ്ടാണ് മൊർദെഖായിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, അവനൊരു യഹൂദനാ. യഹൂദൻ്റെ പ്രമാണത്തെ അവൻ എല്ലാ കാലത്തും വയ്ക്കും. യഹൂദൻ്റെ പ്രത്യേകത, അവൻ ആരാധിക്കുന്നവനാ. അവന് പ്രമാണമുണ്ട്. പ്രിയരെ, നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥലത്തും ദൈവിക പ്രമാണത്തെ മുറുകെ പിടിക്കുമോ? ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു വില കൊടുക്കേണ്ടി വന്നു കാണും. ശത്രു നിന്നെ നിന്ദിച്ചെന്നിരിക്കാം, ശത്രു നിനക്കെതിരെ കഴുകുമരം ഉണ്ടാക്കിന്നിരിക്കാം. എന്നാൽ നിൻ്റെ കഴുകുമരത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ. എന്നെ മാനിക്കുന്നവരെ മാനിക്കും എന്നരുളിച്ചത് ദൈവം വിശ്വസ്തനാ. നിങ്ങൾക്കറിയാമല്ലോ, 3 ബാലകന്മാർ വിഗ്രഹത്തിൻ്റെ മുമ്പാകെ വണങ്ങാതെ, നെബൂഖദ്നേസർ ഉണ്ടാക്കിയ ആ വിഗ്രഹത്തെ, ആ ബിംബത്തെ വണങ്ങാതെ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നു. അവരതിന് വില കൊടുത്തു. അവരെ എടുത്ത് തീച്ചൂളയിലിട്ട ചരിത്രം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ തീച്ചൂളയുടെ നടുവിലും 4-മനായി ഇറങ്ങി വന്ന് തീച്ചൂളയുടെ നടുവിൽ നിന്ന് തീ മണം പോലും ഏൽക്കാതെ, തീയുടെ മണം അടിക്കാതെ, തീയുടെ മണം തൊടാതെ പുറത്തു കൊണ്ടുവരുവാൻ ജീവനുള്ള ദൈവമെന്ന് ദൈവം വെളിപ്പെടുത്തി. തീക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ
അവരെ മാനിക്കപ്പെട്ടു, അവരെ ഹല്ലേലൂയ ലോകം ആദരിച്ചു. ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ കഠിന ശോധനയിലൂടെ നീ കടന്നുപോയാലും നീ പുറത്തു വരുമ്പോൾ പൊന്നുപോലെ തിളങ്ങും. നീ പുറത്തു വരുമ്പോൾ ലോകം നിന്നെ മാനിക്കും. എന്നെ മാനിക്കുന്നവരെ മാനിക്കും എന്നരുളി ചെയ്ത ദൈവം നമ്മെ മാനിപ്പാൻ വിശ്വസ്തനത്രേ. 3, മൊർദെഖായിയുടെ പ്രത്യേകത, മൊർദെഖായി സ്വജനത്തിന് വേണ്ടി കരുതുന്നവനത്രേ. ജീവിതത്തിൽ നന്മ വരുമ്പോൾ, അനുഗ്രഹം വരുമ്പോൾ അതിനുവേണ്ടി മറ്റുള്ളവരെ കൂടെ കരുതാനുള്ളൊരു മനോഭാവം മൊർദെഖായിക്കുണ്ടായിരുന്നു. സ്വജനത്തെ കരുതി, തൻ്റെ ഹല്ലേലൂയ സഹോദര പുത്രിയെ കരുതി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ നന്മയ്ക്കകത്ത്, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ കരുതുന്ന ഒരു മനോഭാവം നിനക്കുണ്ടോ? നിന്നെ കരുതുന്ന, നിന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം നീയും കാണും. പ്രിയരെ, കാണപ്പെടുന്ന സഹോദരന്മാരെ നിങ്ങൾ കരുതുമെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കരുതുന്ന കരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ദൈവം നിങ്ങളെ മാനിക്കും. ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിനെ ഭൂമിയിലാക്കിയിരിക്കുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടി അത്രേ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത്രേ. മൊർദെഖായിയെ പോലെ കരുതുന്ന ഒരു മനോഭാവമുണ്ടോ? കരുതുന്ന ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ കാണും. നിങ്ങളെ അവൻ മാനിക്കും. മൊർദെഖായിയെ മാനിച്ച ദൈവം നമ്മെ മാനിക്കും. 3 കാര്യങ്ങൾ. മൊർദെഖായി ഭക്തനായ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 2, മൊർദെഖായി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. 3, മൊർദെഖായി അതോടൊപ്പം തന്നെ പ്രായോഗിക ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയെങ്കിൽ മൊർദെഖായിയെ മാനിച്ച അതേ ദൈവം ഇതേ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ നമ്മെയും മാനിക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നരുളി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ മാനിപ്പാൻ വിശ്വസ്തനത്രേ, വാക്കുമാറാത്തവനത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.